കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന സൈനിങ് ആയിരുന്നു ദിമിയുടെ റീപ്ലേസ്മെന്റ് സൈനിങ്. എന്നാൽ ഇന്നലെ വൈകിട്ടോടുകൂടി മാർക്കസ് പെർഗുലാവയും അതുപോലെ തന്നെ കേൽനോവും പങ്കുവച്ച വിവരങ്ങൾ അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സ് ജീസസ് ടിമിനസ് എന്ന് പറയുന്ന സ്പാനിഷ് സ്ട്രൈക്കറെ സ്വന്തമാക്കിയിരിക്കുന്നു ദിമിയുടെ പകരക്കാരനായി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മാർക്കസ് എന്തായാലും അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. എന്നാൽ കേൽനോ ഉറപ്പിച്ചു പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് ദിമിയുടെ പകരക്കാരനായി കണ്ടെത്തിയിരിക്കുന്നത് ജീസസ് ടിമിനസ് എന്ന് പറയുന്ന സ്പാനിഷ് സ്ട്രൈക്കറെ തന്നെയാണെന്നുള്ളതിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ താരത്തെ മാത്രമല്ല 2 വിദേശ താരങ്ങളെയാണ് ഒരുമിച്ച് കൊണ്ടുവരാൻ ഇപ്പോൾ ആലോചിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വീണ്ടും ഒരു നിരാശ പകരുന്ന വാർത്ത വരും. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ക്വാന സ്ട്രൈക്കർ ക്വാമെ പെപ്രെ ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കും. എന്നാലും താരത്തെ ലോണിൽ കൊടുക്കാനായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ആലോചിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ പെപ്രയെ ലോണിൽ കൊടുക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് എന്നുള്ള അപ്ഡേറ്റുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഒന്നല്ല പകരം 2 താരങ്ങളെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തി വരുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ പെപ്രയുടെ പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ ആലോചിക്കുന്ന സൂപ്പർ താരം ആരാണെന്ന് വെച്ചാൽ അർജന്റീനൻ സൂപ്പർ സ്ട്രൈക്കറായ ഫിലിപ്പെ പസഡോറെ എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്ട്രൈക്കറെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ടെന്നൊരു അപ്ഡേറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 90 സ്റ്റോപ്പേജും ഈ വാർത്ത പങ്കുവയ്ക്കുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ ജീസസ് ടിമിനസിനോടൊപ്പം പസഡോറയും കൂടി കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സ് ആലോചിക്കുന്നുണ്ട് എന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പെപ്രയെ ലോണിൽ വിടാനും ബ്ലാസ്റ്റേഴ്സ് ആലോചിക്കുന്നുണ്ട്. കൂടാതെ ജോഷുവ സോട്ടിരിയെയും ബ്ലാസ്റ്റേഴ്സ് ലോണിൽ വിടാൻ ആലോചിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.